സ്റ്റോറി മലയാളം. എല്ലാ കൂട്ടുകാർക്കും സ്റ്റോറി മലയാളത്തിലേക്ക് സ്വാഗതം. പൂച്ചയ്ക്കൊരു മണികെട്ടാം. പണ്ടൊരു വീട്ടിൽ തട്ടുംപുറത്ത് നിരവധി എലികൾ പാർത്തിരുന്നു. അവർ തങ്ങൾക്കു കിട്ടുന്ന ആഹാരം പരസ്പരം നൽകി സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എവിടെ നിന്നോ വന്ന ഒരു പൂച്ച ആ വീട്ടിൽ താമസം തുടങ്ങിയത്. തട്ടുംപുറത്ത് എലികൾ കണ്ട പൂച്ച അവിടെ സ്ഥിര താമസമാക്കി. അവൻ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പമ്മി നടന്ന് തന്റെ കയ്യിൽ കിട്ടുന്ന എലികളെയെല്ലാം ഭക്ഷിച്ചു. പൂച്ചയുടെ ശല്യം കൂടി വന്നപ്പോൾ എലികളെല്ലാം തട്ടുംപുറത്ത് ഒരു യോഗം ചേർന്നു. എങ്ങനെ പൂച്ചയിൽ നിന്ന് രക്ഷപ്പെടാം എന്നതായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. കൂട്ടത്തിൽ ഒരെലി പറഞ്ഞു, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പൂച്ച നമ്മളെ വേട്ടയാടുകയാണ്. അതിനൊരു അവസാനം വേണം. അപ്പോൾ മറ്റൊരെലി പറഞ്ഞു, അതെ, അത് ശരിയാണ്. പൂച്ച പമ്മി വരുന്നത് കാരണം നമുക്ക് ഓടി രക്ഷപ്പെടേണ്ട സമയം പോലും കിട്ടുന്നില്ല. അടുത്തെത്തി കഴിയുമ്പോഴായിരിക്കും പൂച്ചയെ കാണുന്നത്. അപ്പോൾ പിന്നെ രക്ഷപ്പെടാനും കഴിയില്ല. ഇത് കേട്ടതും മറ്റൊരെലി പറഞ്ഞു, പൂച്ച വരുന്ന ശബ്ദം കേൾക്കാൻ പറ്റിയാൽ നല്ലതായിരുന്നു. അപ്പോൾ നമുക്ക് ഓടി ഒളിക്കാൻ സമയവും കിട്ടും. അങ്ങനെ എലികളുടെ ചർച്ച പൂച്ച വരുന്നതറിയാൻ എന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്തുന്നതിലേക്കായി. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് കൂട്ടത്തിൽ ചെറിയൊരു എലി ഇങ്ങനെ പറഞ്ഞത്, നമുക്ക് പൂച്ചയ്ക്കൊരു മണി കെട്ടിക്കൊടുക്കാം. അതാകുമ്പോൾ പൂച്ച വരുന്ന ഒച്ച കേട്ട് നമുക്ക് ഓടി ഒളിക്കാം. ഈ അഭിപ്രായം എല്ലാവർക്കും ഇഷ്ടമായി. അവർ അതിനെ അനുകൂലിച്ചു. പിന്നെ അവരുടെ ചർച്ച എങ്ങനെ പൂച്ചയ്ക്ക് മണി കെട്ടാം എന്നതായി. അപ്പോൾ കൂട്ടത്തിൽ ഒരു എലി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്നും ഉച്ചയ്ക്ക് വയറു നിറച്ച് ആഹാരം കഴിച്ചതിനു ശേഷം പൂച്ചയ്ക്കൊരു ഉറക്കമുണ്ട്. നമുക്ക് ഈ സമയം നോക്കിപ്പോയി മണി കെട്ടിയാലോ? ആ അഭിപ്രായം എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും അതിനെ അനുകൂലിച്ചു. അപ്പോഴാണ് കൂട്ടത്തിലെ പ്രായമായ എലി എല്ലാവരോടുമായി ചോദിച്ചത്, പൂച്ചയ്ക്ക് മണികെട്ടുക എന്നത് വളരെ നല്ല ആശയം തന്നെയാണ്. പക്ഷെ ആരാണ് പൂച്ചയ്ക്ക് മണികെട്ടാനായി പോകുന്നത്? അതറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇത് കേട്ടതും അവർ പരസ്പരം നോക്കി. ആര് ചെയ്യും? അവർ പരസ്പരം പെറുപെറുത്തു. യോഗത്തിൽ പങ്കെടുത്ത എലികളോ അഭിപ്രായം പറഞ്ഞ എലികളോ ആരും തന്നെ അതിന് തയ്യാറായി മുന്നോട്ട് വന്നില്ല. അങ്ങനെ എലികളുടെ യോഗം തീരുമാനം ഒന്നും ആകാതെ തന്നെ അവസാനിച്ചു. പൂച്ചയ്ക്കൊരു മണികെട്ടാം എന്ന ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് എന്താ മനസ്സിലായത്? ഒരു പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കുക എന്നത് വളരെ എളുപ്പവും എന്നാൽ അത് പ്രാവർത്തികമാക്കുക എന്നത് വളരെ പ്രയാസവുമാണ്. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? കഥ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ കഥകൾ വായിക്കുന്നതിനായി storyMalayalam.com സന്ദർശിക്കൂ.